ഇവിടെ 80 വയസ്സ് വരെയുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ? എന്റെ ചോദ്യം, ഇത്രനാണ് ജീവിച്ചത്. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് ഇപ്പൊ നിങ്ങൾ എവിടെയാണ്? ഒന്ന്, സ്ട്രഗിളിംഗ് സ്റ്റേജ്, അതായത് നിങ്ങൾക്ക് ജോലിയോ ബിസിനസ്സോ എന്തോ ഒന്നുണ്ട്, വരുമാനം കിട്ടുന്നത്, പക്ഷെ ഇപ്പോഴും കടക്കെണിയിലാണ്. ദാറ്റ് ഈസ് സ്ട്രഗിളിംഗ്. ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്, വരുമാനമുണ്ട്, എന്നാലോ കടത്തിനൊരു കുറവുമില്ല. ആരൊക്കെ എന്നെ ചോദിക്കുന്നില്ല. രണ്ടാമത്തെ സ്റ്റേജാണ് സ്റ്റേബിൾ. ജോലിയുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ഉണ്ട്, വരുമാനമുണ്ട്, കടമൊന്നുമില്ല, പക്ഷെ എന്താണ് തട്ടിക്കൂടി ജീവിച്ചു പോകുന്നത്. വലിയ ഗ്രോത്ത് ഒന്നും ഇല്ലെങ്കിൽ കടമില്ലാണ്ട് ജീവിച്ചു പോകുന്ന സ്റ്റേജ്. മൂന്നാമത്തതാണ് സക്സസ്, അതായത് ജീവിതത്തിൽ എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാലും വാങ്ങാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജിൽ വിളിക്കുന്ന പേരാണ് സക്സസ്. എന്ത് വേണം ഇന്ന് വിചാരിക്കുകയാണ്, പുതിയൊരു ബെൻസുകാരാണ് 1.25 കോടി രൂപ ഒന്ന് വാങ്ങിയേക്കാം അല്ലെ? അത്തരത്തിൽ ജീവിതത്തിൽ എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാലും വാങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റേജ്, ദാറ്റ് ഈസ് സക്സസ്. നാലാമത്തെ സ്റ്റേജാണ് സിഗ്നിഫിക്കൻസ്. ജീവിതത്തിൽ ആഗ്രഹങ്ങളെല്ലാം വാങ്ങിച്ചു, ഇനി എന്ത് വാങ്ങണം എന്നറിയില്ല, എന്നിട്ട് ധാരാളം പണം കയ്യിൽ. അപ്പൊ എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവരെ സഹായിക്കുന്നു അല്ലെ? സിഗ്നിഫിക്കൻസ്. ആരാ ഇവിടെ ഉള്ളത്? യൂസഫ് അലിക്ക്, കൊച്ചുപള്ളി, അത്തരത്തിൽ കാരണം. എന്റെ ചോദ്യം, നിങ്ങൾ എവിടെയുണ്ട്? ചോദ്യം, സ്ട്രഗ്ലിംഗ്, സ്റ്റേബിൾ, സക്സസ്, സിഗ്നിഫിക്കൻസ്. ഒന്ന് സ്വയം ഒന്ന് നോക്കിയ ഇതിൽ ആരാ? പേര് ദേവ എവിടെയുണ്ട്? സ്ട്രഗ്ലിംഗ്. പേര് വിജി മോഹൻ എവിടെയുണ്ട്? ഹസ്ബൻഡ് വൈഫാണോ? സോറി സർ, ഓക്കെ, ചോദിക്കാറില്ല അല്ലെ? പേര് സുരേഷ് എവിടെയുണ്ട്? സ്റ്റേബിൾ, കടമില്ല എന്നാലും അല്ലെ? അപ്പോ ഞാൻ എല്ലാവരും ചോദിക്കുന്നില്ല, ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ തന്നെ ജീവിച്ചു പോകുമ്പോ ഒരു 10 വർഷം കൂടെ മുന്നോട്ട് പോയാൽ ദേവ എന്ത് ചെയ്തിട്ടുണ്ടാവും ജീവിതത്തിൽ അല്ലെ? ഒരു 10 വർഷം കൂടെ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അതായത് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്തോറും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഇപ്പൊ തൽസ്ഥിതിയിൽ തുടരേണ്ടി വരും. തൽസ്ഥിതിയിൽ തുടർന്നാലോ ഇപ്പോൾ എന്ത് കിട്ടുന്നു അത് തന്നെ കിട്ടുന്നു, അത് വേണം അല്ലെ? എന്തെങ്കിലും വ്യത്യാസം വേണ്ടേ അല്ലെ? അപ്പൊ അങ്ങനെ വ്യത്യാസം വരണമെങ്കിൽ എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇവിടെ നോക്കുമ്പോ 100 പേരെടുത്ത് കഴിഞ്ഞാൽ 50% പേര് എവിടെയാണ്? ലോ ക്ലാസ്, 30% മിഡിൽ ക്ലാസ്സും, 10% പ്രീമിയം, 1% അൾട്രാ പ്രീമിയം. അപ്പൊ നോക്കി എവിടെ ഉണ്ട്? നമ്മൾ ഇതില് എവിടെയും ഉണ്ട് അല്ലെ? എങ്കിൽ ഇവിടെ എത്താൻ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ എത്താൻ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിലോ വിധിയെ പഠിച്ചുകൊണ്ട് ഇവിടെ എത്താൻ, ഇവിടെ ദൈവം നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? പല മനുഷ്യരുടെ രൂപത്തിൽ. പക്ഷെ ഇവിടെ എത്താൻ സാധിച്ചില്ലെങ്കിലോ നമ്മളെല്ലാവരും നിരാശരായിട്ട് ഒരു ദിവസം ഇവിടെ പോകേണ്ടി വരും. അപ്പൊ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച, ഇന്ന് ഈ കേൾക്കുന്നത് വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ വിത്തിൻ 2 വർഷം മുതൽ 5 വർഷം കൊണ്ട് നിങ്ങൾക്കും ഇവിടെ ഈ പ്രീമിയം ലെവലിലോ അതല്ലെങ്കിൽ അൾട്രാ പ്രീമിയത്തിലോ എത്താൻ സാധിക്കും. എന്റെ ചോദ്യം, ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ